വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. ജനപ്രിയ നായകൻ എന്ന നിലയിൽ വളരെ അംഗീകാരമുള്ള നടനായിരുന്നു ദിലീപ്. നടിയെ ആക്രമിച്ച കേസ് വരുന്നതിന് മുമ്പ് ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു. മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്തപ്പോഴും കാവ്യയെ വിവാഹം കഴിച്ചപ്പോഴുമെല്ലാം പ്രേക്ഷകർ ദിലീപിന്റെ കൂടെയാണ് നിന്നത്. എന്നാൽ നടിയാക്രമണ കേസിൽ ദിലീപ് ആരോപണ വിധേയനായതോടെ കാറ്റ് മാറി വീശി. സംവിധായകൻ കമലിന്റെ സിനിമയിലൂടെയാണ് ദിലീപ് സിനിമയിൽ മുഖം കാണിക്കുന്നത്. മിമിക്രിയിൽ തുടങ്ങി സഹസംവിധായകനായി പിന്നീട് സൂപ്പർ താരമായി വളർന്ന താരമാണ് ദിലീപ്. അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി തന്നെ മാറി. ഇപ്പോഴിതാ ദിലീപിന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തെക്കുറിച്ചും മഞ്ജു ദിലീപ് പ്രണയത്തിന് വീട്ടിൽ നിന്ന് നേരിട്ട എതിർപ്പിനെ കുറിച്ചുമെല്ലാം പറയുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന നാരായണൻ നഗരശ്ശേരി. ദിലീപിനെ സിനിമയിലേക്ക് നിർദ്ദേശിച്ചത് ഞാനായിരുന്നു. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ദിലീപ്. അന്ന് നിന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമ നടക്കുന്ന സമയത്താണ്. എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് വേണമെന്ന് ദിലീപ് എന്നോട് പറഞ്ഞു. അതിനെന്താ സംവിധായകനോട് ചോദിച്ചുകൂടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ കമൽ സാറിനോട് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് അവസരം കിട്ടിയത്. അതിനുശേഷം നിരവധി അവസരങ്ങൾ കിട്ടി. ഇന്നും എന്നെ കണ്ടാൽ ദിലീപിന് ബഹുമാനമാണ്, സ്നേഹമാണ്. ഭക്ഷണം കഴിക്കാതെ എന്നെ വിടില്ല. ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം കൂടെയുള്ളവർ പറ്റിച്ചതാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ദിലീപിന് ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. മുൻപ് ദിലീപ് മഞ്ജു വാര്യർ പ്രണയകാലത്ത് വീട്ടിൽ നിന്ന് നേരിട്ട എതിർപ്പിനെ കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. ഇരട്ട കുട്ടികളെ അച്ഛൻ ഇറങ്ങുന്ന സമയത്താണ് മാധവേട്ടൻ ദിലീപിന്റെ ഫോൺ വന്നാൽ മഞ്ജുവിന് കൊടുക്കരുതെന്ന് എന്നോട് പറയുന്നത്. അന്ന് മൊബൈൽ ഇല്ല, ലാൻഡ് ഫോണാണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്നും അതുകൊണ്ട് മാധവേട്ടൻ തന്നെ റിസപ്ഷനിൽ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. എന്നാൽ ആരുടെ ഫോൺ വന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു റിസപ്ഷനിൽ നിന്ന് അറിയിച്ചത്. പിന്നീട് താൻ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നതിനെ കുറിച്ചെല്ലാം താൻ അറിയുന്നതെന്നും നാരായണൻ നഗരശ്ശേരി പറഞ്ഞു. 1998 മഞ്ജു വാര്യർ ദിലീപ് വിവാഹം. 14 വർഷത്തിന് ശേഷം 2014 ഇരുവരും വിവാഹ മോചിതരാവുകയായിരുന്നു. വിവാഹബന്ധം വേർപെടുത്താനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും ഇരുവരും പ്രതികരിച്ചിട്ടില്ല. പലതവണ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു അറിഞ്ഞുവെങ്കിലും ഇരുവരും മൗനം തുടരുകയായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം 2016 ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുകയായിരുന്നു. തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞത്. മഞ്ജു ആകട്ടെ ഇന്ന് പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരവുമായി മാറി. ഇന്ന് 46 വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് മഞ്ജു. അടുത്ത കാലത്ത് ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയെ മഞ്ജുവാണെന്നാണ് സിനിമ ബിസിനസ് മാഗസിനുകൾ പറയുന്നത്. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി. പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് 75 ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നുള്ള താരത്തിന് വരുമാനവും ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായുണ്ട്.